ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 40 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഈ ക്ലാസ്സിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഐബ്രോ എങ്ങനെ ത്രെഡ് ചെയ്യാമെന്നാണ്. ഞാൻ പറഞ്ഞു തരുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തന്നെ ഐബ്രോസ് എടുക്കുന്നവരാണ്. ചിലർ വീട്ടിൽ തന്നെ ബ്ലേഡ് വെച്ചെടുക്കാറുണ്ട്, ചിലർ വീട്ടിൽ തന്നെ നൂല് വെച്ചെടുക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തന്നെ എടുക്കുന്നതിലും നല്ലത് വേറൊരാൾ എടുത്തു തരുന്നതാണ്. ബ്ലേഡ് വെച്ച് ഒരുപക്ഷെ നമ്മൾ പിരികം ത്രെഡ് ചെയ്ത് ആ ഷേപ്പ് കിട്ടും. ഒരു 3 ഡേയ്സിനുള്ളിൽ ഹെയർ വളർന്നു വരും. പക്ഷെ എന്നിരുന്നാലും എല്ലാ സമയത്തും ഹെയർ നന്നായിട്ട് വളരണമെന്നില്ല. അത് കട്ടായി പോയാൽ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഹെയർ വരത്തില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ബ്ലേഡ് വെച്ച് എടുക്കുന്നത് ഒഴിവാക്കുക. ബ്ലേഡ് വെച്ച് പിരികം ത്രെഡ് ചെയ്യുന്നത് തന്നെ അപകടമാണ്. ഒരുപക്ഷെ നമ്മുടെ കൈ എന്തെങ്കിലും തെന്നി പോയിട്ടുണ്ടെങ്കിൽ, കണ്ണിൻ്റെയോ മറ്റു ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിലായിരിക്കും വരിക. ചിലർക്കെങ്കിലും പിരികം ത്രെഡ് ചെയ്യുന്ന സമയത്ത് അലർജി ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അലർജി ഉണ്ടാവുന്നത്. ചിലർക്ക് ആ ഭാഗം ചുമന്നിരിക്കും, ചിലർക്ക് ആ ഭാഗം തടിച്ചിരിക്കും, ചിലർക്ക് ആ ഭാഗത്ത് കുരുക്കൾ വരാറുണ്ട്. അതൊരു അരമണിക്കൂറിന് ശേഷം പോകുന്നതാണ്. അലോവേര ജെല്ലോ, ആസ്ട്രിജന്റോ, ലാക്ടോ കലാമിനോ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. ആദ്യം പിരികം ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാവും, കാരണം അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. നല്ല പേടിയോടെയാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് വേദന കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിരികം ത്രെഡ് ചെയ്യുന്ന രീതിയിലും നമുക്ക് വേദന വരാറുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ വേദന കുറഞ്ഞിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുവാൻ നോക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് ഒരാളുടെ ബോഡിയിൽ ഒരു കാരണവശാലും പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ചെയറിലോ അല്ലെങ്കിൽ ചിരട്ട വെച്ചിട്ടൊക്കെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ചിരട്ടയിലുള്ള രോമം നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം 2-3 ദിവസം എടുക്കും അതങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് ആദ്യം പറിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിനുശേഷം നമ്മൾ ചെയറിലൊന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. ചെയറിൽ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും. നമുക്കിത് പഠിക്കുവാൻ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഇതെങ്ങനെയാണ് പിരികം ത്രെഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ പറിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ മൈൻഡിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരേണ്ടതെന്ന് നോക്കിയിട്ട് പഠിച്ചെടുക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഐബ്രോ എടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിന്റെ പേര് എന്താണെന്ന് പറയാം. ഇത് ഐബ്രോ ബ്രഷ്. ഇത് വന്നിട്ട് ഹെയർ എക്സ്ട്രാ വരുന്നത് കോംബ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കത്രിക, ത്രെഡിംഗ് നൂല്. ഈ നൂലിന്റെ പേര് ഗ്രിഫിൻ 40 എന്നാണ്. പിന്നെ വേണ്ടത് പഞ്ഞിയാണ്. പിന്നെ അലോവേര ജെല്ലും പൗഡറുമാണ് വേണ്ടത്. ഒന്നുകൂടെ പറയുകയാണ്, പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ട ടൂൾസ് ഗ്രിഫിൻ 40, ത്രെഡിംഗ് നൂലാണ്, കത്രിക, ഐബ്രോ ബ്രഷ്, അലോവേര ജെല്ല്, പൗഡർ. ഐബ്രോസ് വ്യത്യസ്തമായ രീതിയിലുള്ള ഷേപ്പുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഐബ്രോ എടുക്കുന്ന രീതി ഒരു തിയറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നോട്ട് ചെയ്യുക. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരോട് അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക. അവരുടെ ഇഷ്ടപ്രകാരം വേണം ചെയ്തു കൊടുക്കാൻ. നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. പിന്നെ നമുക്ക് അവരോട് അഭിപ്രായം പറയാം, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന്. അവർ അതിനോട് അനുയോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്തു വിടുക. ഫേസിൽ വിയർപ്പുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അത് ഒപ്പിയെടുക്കുക. അതിനുശേഷം ത്രെഡ് ചെയ്യേണ്ട പിരികം പൗഡർ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കുക. നൂല് വായിലിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സെൻറ്റർ ഭാഗത്തിടരുത്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നൂലിടുക. പിന്നെ നമ്മൾ കസ്റ്റമറെ ത്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമറോട് ചേർന്ന് നിന്ന് ഒരിക്കലും ത്രെഡ് ചെയ്യരുത്. കുറച്ച് അകലത്തിൽ പിടിച്ച് വേണം ത്രെഡ് ചെയ്യാൻ. എല്ലാ കസ്റ്റമർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നല്ലൊരു ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുക. മൗത്ത് വാഷ് യൂസ് ചെയ്ത് എപ്പോഴും തന്നെ നമ്മുടെ മൗത്ത് ക്ലീൻ ചെയ്ത് വെക്കുവാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ നിങ്ങൾക്ക് തിയറി ആയിട്ട് ഒരു ക്ലാസ് പറഞ്ഞുതരാം, അത് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം കസ്റ്റമറെ പ്രിപ്പയർ ചെയ്തിരുത്തുക. അതിനുശേഷം ത്രെഡ് ചെയ്യേണ്ട പിരികം ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കുക. ത്രെഡിംഗ് നൂലെടുത്ത് ഒരറ്റം വായിൽ കടിച്ചു പിടിച്ച് മറ്റേ അറ്റം ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ ഉപയോഗിച്ച് 3 അല്ലെങ്കിൽ 7 ചുറ്റുകൾ എടുക്കുക. ഈ ചുറ്റുകൾ എടുത്തതിന് ശേഷം കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം പിരികം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിരികം ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കേണ്ട രീതി, വലതുവശത്തെ പിരികം എടുക്കുമ്പോൾ, അതായത് കസ്റ്റമറുടെ വലതുവശത്തെ പിരികം എടുക്കുമ്പോൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് നിൽക്കേണ്ട സ്ഥാനം കസ്റ്റമറുടെ മുൻഭാഗത്താണ്. അതായത്
ചെയറിൻ്റെ മുന്നിൽ വേണം നിൽക്കുവാൻ. കസ്റ്റമറുടെ ഇടതുവശത്തെ പുരികം എടുക്കുമ്പോൾ പുറകിൽ വേണം നിൽക്കുവാൻ. എന്നതിന് ശേഷം കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 2 പുരികവും ത്രെഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഹെയർ മുകൾ ഭാഗത്തേക്ക് കോംബ് ചെയ്തതിന് ശേഷം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക. ചില കസ്റ്റമറുടെ പുരികത്തിന് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തോട്ട് ഇതുപോലെ താഴോട്ട് നമ്മൾ ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ചീകി താഴ്ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ താഴ്ഭാഗത്തോട്ട് വരുന്ന ഹെയർ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന തിക്നെസ് കുറയും. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പുരികം ത്രെഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പുരികത്തിൻ്റെ അളവ് വരുന്നത് ഈ മൂക്കിൻ്റെ പാലം വരുന്നിടത്ത് ഈ ലൈനിന് കറക്റ്റായിട്ടാണ് വരുന്നത്. ഇതിന് അപ്പുറത്തേക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കരുത്. കസ്റ്റമറോട് ചോദിക്കണം എത്രമാത്രം ഗ്യാപ്പ് വേണമെന്ന്. അങ്ങനെ ഗ്യാപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാവൂ. എല്ലാ കസ്റ്റമർക്കും ഗ്യാപ്പ് ഇടുന്നതും ഇഷ്ടമല്ല, ചില കസ്റ്റമർക്ക് സെൻട്രൽ ഭാഗം എടുക്കുന്നതും ഇഷ്ടമല്ല. അത് കസ്റ്റമറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്തു കൊടുക്കുക. വലതുവശത്തെ പുരികം നമ്മൾ എടുക്കുമ്പോൾ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കണം. ആദ്യമായിട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് കൈ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരിക്കും. നമ്മൾ ചിരിക്കരുത്, അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പിടിക്കുന്നത്. ചില കസ്റ്റമർ ഇവിടെ പിടിക്കുന്നതാണ്, ചിലർ ഇങ്ങനെയൊക്കെ പിടിക്കും. അങ്ങനെയൊന്നും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കരുത്, അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. കസ്റ്റമറുടെ വലതുവശത്തെ പുരികം എടുക്കുമ്പോൾ കസ്റ്റമറുടെ വലത് കൈ കണ്ണിന് താഴെയും ഇടത് കൈ മുകൾ ഭാഗത്തുമാണ്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇടതുവശത്തെ പുരികം എടുക്കുമ്പോൾ വലത് കൈ മുകൾ ഭാഗത്തും ഇടത് കൈ താഴ്ഭാഗത്തും വേണം പിടിക്കുവാൻ. അവരോട് എപ്പോഴും പറയണം ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ ആർച്ച് ഭാഗം നോക്കിയിട്ട് വേണം പിടിക്കുവാൻ. ഈ ഭാഗം നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇവിടെ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ലൂസായിരിക്കരുത്. ലൂസായിരുന്നാൽ സ്കിന്ന് പൊട്ടുകയും ചെയ്യും, നമുക്ക് പെയിൻ കൂടുതലായിരിക്കും. ഐബ്രോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആസ്ട്രിജൻ്റ് കോട്ടൺ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് കയ്യിൽ ഒഴിക്കരുത്, അതൊരു ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ ഒഴിക്കുമ്പോൾ അത് ഊർന്നു പോകും. അതുകൊണ്ട് അതൊരു കോട്ടനകത്താക്കിയിട്ട് ഐബ്രോയിൽ തേച്ച് കൊടുക്കും. ചെറിയൊരു നീറ്റിൽ അനുഭവപ്പെടും, അവരോട് അത് പറയണം, ചെറുതായിട്ട് നീറും എന്ന് പറഞ്ഞു കൊടുക്കണം. അലോവേര ജെല്ലാണെങ്കിൽ നോർമലി നമ്മൾ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഇനി നൂല് പിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നൂലെടുക്കുക, വലത്തെ കയ്യിൽ പിടിക്കുക. നൂല് പിടിച്ചതിന് ശേഷം ഇടത് കൈ ഉപയോഗിച്ച് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു കെട്ടിട്ടതിന് ശേഷം വീണ്ടും ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിടുന്നത് നമ്മൾ നൂല് വായിൽ കടിച്ചു പിടിക്കുമ്പോൾ ഊർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. നൂലിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വായുടെ 2 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക, സെൻറ്റർ ഭാഗത്ത് ഇടരുത്. കെട്ടിട്ടതിന് ശേഷം നൂല് വായിൽ കടിച്ചു പിടിക്കുക. സെൻറ്റർ ഭാഗത്ത് ഇടരുത്, 2 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക. വലത്തെ കയ്യിലുള്ള നൂല് ഇടത്തെ കൈയിലേക്ക് മാറ്റുക. നൂലൊന്ന് കുറച്ച് കൂടുതലായിട്ടൊന്ന് വലിക്കണം, നമുക്ക് കുറച്ച് നൂല് ആവശ്യമായിട്ട് വരും. ഇത്ര അടുത്ത് പിടിച്ചൊന്നും എടുക്കരുത്, ഇത്രയും നൂലെങ്കിലും വലിച്ചു പിടിക്കാം. എന്നതിന് ശേഷം വലത് കൈ ഉപയോഗിച്ച് നമ്മുടെ വലത് കൈ ഈ നൂലിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് വലത് കൈ ഉപയോഗിച്ച് 3 7 ചുറ്റുകൾ എടുക്കാം. ചുറ്റുകൾ എടുത്തതിന് ശേഷം ഈ കൈ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഷേപ്പ് വരിക നൂലിൻ്റെ. ഈ ഭാഗത്ത് ഈ നൂലിൻ്റെ കോണ് വരുന്ന ഭാഗത്താണ് നമ്മൾ പുരികം എടുക്കാനായിട്ട് വെക്കേണ്ട രീതി. ഈ ഭാഗത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയർ കയറ്റേണ്ടത്. എന്നതിന് ശേഷം ഈ നൂലും ഈ പാർട്ടും വെച്ചിട്ടാണ് നമ്മൾ പുരികം ത്രെഡ് ചെയ്യുന്നത്. നമ്മൾ ഹെയറിലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത് വെച്ച് പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് എടുക്കുക. വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനായിട്ട്. ഒരു 10 തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്താലേ നൂലെങ്കിലും നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാകത്തിന് വരത്തുള്ളൂ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നതിൽ ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങുമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റായി വരുവാൻ കുറച്ച് സമയമെടുക്കും. എങ്ങനെയാണ് പുരികം എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ചെയറയിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നൂല് പിടിച്ച് വേണം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട്. അടുത്ത് പിടിച്ച് നൂല് ചുറ്റി കാണിച്ചു തരാം. ഇതുപോലെയാണ് നൂല് ചുറ്റേണ്ടത്. ഔട്ട് സൈഡിലേക്ക് വേണം ചുറ്റുവാൻ.
അകത്തോട്ട് ചുറ്റരുത്. എന്നതിന് ശേഷം ഇങ്ങനെ വരണം. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നൂല് ചുറ്റിയതിന് ശേഷം ഇങ്ങനെ വെക്കുക. ഇതിപ്പോൾ കസ്റ്റമറുടെ ഒരു പുരുകമാണെന്ന് സങ്കല്പിക്കാം. നൂല് ചുറ്റിയതിന് ശേഷം ഇങ്ങനെ വെക്കാം. വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നൂല് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെ വേണം പ്രാക്ടീസ് ചെയ്യുവാൻ. ചുമ്മാ തോന്നിയ രീതിയിൽ പഠിക്കരുത്. നമ്മൾ ഒരു ചെയറിൻ്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് കസ്റ്റമർ ഇവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുക. വലതുവശത്തെ പുരികം എടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ വലതുവശത്തെ പുരികം എടുക്കുമ്പോൾ നമ്മൾ നിൽക്കേണ്ട രീതി കസ്റ്റമറുടെ മുൻഭാഗത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയറിൻ്റെ മുൻപിൽ നിൽക്കുക. കസ്റ്റമർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വലതുവശത്തെ പുരികം എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് വേണം എടുക്കുവാൻ. നൂല് ചുറ്റെടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തന്ന പോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു തവണ പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും നടക്കത്തില്ല. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുരികം ത്രെഡ് ചെയ്യുവാനായിട്ട് തുടങ്ങിയത് തന്നെ. ഈ 6 മാസം ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ നടന്ന് പഠിക്കുമായിരുന്നു. കാരണം നൂല് എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ച് നൂല് പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കണം. നൂല് നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം വേണം. ഒരു കാര്യവും നമുക്ക് 1-2 തവണ പഠിച്ചാൽ അത് കറക്റ്റായിട്ട് വരില്ല. ഒരു 10-12 തവണയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ത്രെഡിങ് നൂല് മര്യാദയ്ക്കൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുകയുള്ളൂ. എന്നതിന് ശേഷമേ നമുക്ക് കറക്റ്റായിട്ടൊന്ന് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ നൂല് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകും. ഇത്ര നീളത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കലുണ്ടാവുക. പക്ഷേ അത് മെല്ലെ മെല്ലെ മാറ്റി നൂല് കുറച്ചുകൂടെ നീളത്തിലെടുക്കാം. നമ്മളിങ്ങനെ നീളത്തിലെടുക്കുമ്പോൾ നൂല് ഇങ്ങനെ കയറിപ്പോകും. ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മൾ ഒരുപാട് കുനിഞ്ഞ് വേണം കിടന്ന് പഠിക്കാൻ വേണ്ടി. അങ്ങനെ പാടില്ല. തുടക്കത്തിലെ നമ്മൾ നൂല് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിടിച്ച് അങ്ങനെ വേണം ത്രെഡ് ചെയ്ത് പഠിക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞു തന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ ക്ലാസ് ഐബ്രോ ശരിക്കും എടുക്കുന്ന രീതിയാണ്. നാളെ 3 മണിക്കാണ് ക്ലാസ്. എല്ലാവരും മറക്കാതെ തന്നെ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.